ഇന്ന് നമ്മൾ ചീനിപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമേ നല്ല വേവുന്ന ചീനി, മരച്ചീനി അതുപോലെ എടുത്തിട്ട് നമ്മളിതുപോലെ കഴുകിയതിന് ശേഷം, മണ്ണൊന്നുമില്ലാതെ കഴുകിയതിന് ശേഷം ഇതുപോലെ ഉരച്ചെടുക്കണം. ഇതൊന്ന് കഴുകി വാരി നല്ല പിഴിഞ്ഞെടുക്കണം. കാരണം ഇതിനകത്തൊരു കട്ടുണ്ട്, ചീനിയുടെ കട്ട്. ചിലർ പിഴിയത്തില്ല, ചിലർക്ക് ഉപ്പ് ചേർത്തിട്ട് നീര് മാത്രം പിഴിഞ്ഞ് കളയത്തുള്ളൂ, വെള്ളം ഒഴിക്കത്തില്ല. നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുക. വെള്ളം ഒഴിച്ച് നല്ലപോലെ പിഴിഞ്ഞ് മാറ്റി വെക്കണം. ഇനി നമ്മൾ ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ചീനി ഉണ്ടല്ലോ, അതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ഇടുക. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് തേങ്ങ ചിരകിയത്. തേങ്ങ എത്രത്തോളം നമ്മൾ കൂടുതലിടുന്നു അത്രയും നല്ലതാണ്. എത്രത്തോളം കൂടുതൽ തേങ്ങ ഇടുന്നു അത്രയും നല്ല ഇതായിട്ട് വരും. നല്ലപോലെ മിക്സ് ചെയ്യണം. ഉപ്പും തേങ്ങയൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്കോണം നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മുടെ പുട്ടിനകത്ത് ഇവിടെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായി ആവി വരുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് ആവി വന്നോട്ടെ. പണ്ടൊക്കെ നമ്മൾ പുട്ട് പുഴുങ്ങുന്നതെന്ന് വെച്ചാൽ പിന്നെ നല്ലപോലെ അന്ന് സിംഗപ്പൂർ വെള്ളി എന്ന് പറഞ്ഞൊരു ചീനി ഉണ്ടായിരുന്നു, പെട്ടെന്ന് വേവുന്നത്. അത് നല്ലപോലെ കഴുകി തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി ഉണക്കിയതിന് ശേഷം അതുകൊണ്ടൊന്ന് നമ്മുടെ ഉരളിൽ ഇടിക്കുമായിരുന്നു. ഇടിച്ചിട്ട് നമ്മൾ അത് അരിപ്പിനകത്ത് അരിച്ച് അതിൻ്റെ പൊടി എടുത്തിട്ടായിരുന്നു പുട്ട് പുഴുങ്ങുന്നത്. അതിൻ്റെ ടേസ്റ്റൊക്കെ ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഇപ്പോഴും നല്ല ഒരു രുചി. അത് ഓർക്കുമ്പോഴാണ് ഇപ്പോഴൊന്ന് ഇങ്ങനെ ഒന്ന് നോക്കാമെന്ന് കരുതിയത്. ഇപ്പം നമുക്കത് ഉണക്കാനോ അങ്ങനെ പൊടിച്ചെടുക്കാനുള്ള നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ആവി പറക്കുന്ന പുട്ടേ. നല്ല ചൂട്. ഇത് വേകുമ്പോഴൊരു മണമുണ്ടല്ലോ, നല്ല മണമാണത്. ആ തേങ്ങയും ചീനിയും എല്ലാം കൂടെ നല്ല ആവി വരുമ്പോൾ നല്ലൊരു പ്രത്യേക മണമാണ് അതിന്. ഒന്ന് കഴിച്ച് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റ്. നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കണേ, അടിപൊളിയായിട്ടുണ്ട്. ചീനി കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കേ. ഓക്കേ.